ഏതോ ദുർദേവതയെ ഉപാസിച്ച കുമാരൻ മന്ത്രസിദ്ധി നേടിയിരിക്കുന്നത്. കടുത്ത മന്ത്രപ്രയോഗങ്ങളൊക്കെ നടത്തുന്നു എന്നാ കേൾക്കുന്നത്. ഒരു ശക്തിക്കും അവനെ ഇനി തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിനക്ക് ഇത്രയ്ക്ക് ധിക്കാരമോ? നീ ഇവിടെ നിന്ന് ജീവനോട് പോവില്ല. ഓം ഹ്രീം ഹും ഹ്രീം ഫട്ട്. ഐം ഗ്ലൗം ഐം ഠ ഠ ഠ ഹും ഫൽ സ്വാഹ. നിന്റെ സ്തംഭന പ്രയോഗം എന്റെ അടുത്തോ? ധും 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 ആവതി സ്വാഹ. ധും ധും ആവതി സ്വാഹ. ധും 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 ആവതി സ്വാഹ. ധും ധും ആവതി സ്വാഹ. വടവൃക്ഷ നിവാസിനി ശീഘ്രമേ സർവസൗഖ്യം ഗുരു ഗുരു സ്വാഹ. വടവൃക്ഷ നിവാസിനി അവന്റെ മാറ് വളർന്ന് രുധിരപാനം നടത്തും. നമോ ഭഗവതി ഹസ്താളി വരാഹി വരാഹമുഖി. ഓം ഐം ഗ്ലൗം നമോ ഭഗവതി ഹസ്താളി വരാഹി വരാഹമുഖി. സർവദുഷ്ട പ്രതിഷ്ഠാനം സർവേഷാം സർവവാഞ്ചിത്തചക്ഷുർമുഖഗരീഹ്വാസ്ഥം. ഐം ഠ ഠ ഠ ഠ ഹും ഫുൽ സ്വാഹ. ഐം ഠ ഠ ഠ ഠ ഹും ഫുൽ സ്വാഹ. ഓം ഐം ഗ്ലൗം നമോ ഭഗവതി ഹസ്താളി വരാഹി വരാഹമുഖി. ദേവി, അവനെ കൊല്ലരുതേ, അവനെ ഭ്രാന്തനാക്കിയാലും. ഇങ്ങോട്ടേക്കല്ല, അങ്ങോട്ട് പോകും. പോക്കട്ടെ വടക്കേപ്പുറത്ത് ഓടിച്ചോളൂ. പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂ. ഇനി പോവൂ പോവൂ. പൊക്കോളൂ, വേഗം പൊക്കോളൂ, വേഗം പൊക്കോളൂ. പൊക്കോളൂ പൊക്കോളൂ. വരൂ. അങ്ങനെ പുതുമന തിരുമേനി വരുന്നു. അങ്ങനെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടാ ആളെ അയച്ചത്.
പക്ഷെ കുമാരൻ വന്നില്ല. എന്താ തന്ത്രി വിശേഷിച്ച്? ഈ തറവാട്ടിലെ മാന്ത്രികൻ ദുഷ്കർമ്മങ്ങൾ നടത്തിയതായി കേട്ടിട്ടില്ല. പണത്തിനായി ക്ഷുദ്രകർമ്മങ്ങൾ നടത്തി കൊടുക്കുന്നത് ധർമ്മല്ല. നിങ്ങളുടെ ബാധകളെ ഒഴിപ്പിച്ചൊഴിപ്പിച്ച് മടുത്തിരിക്കുന്നു. തന്ത്രിക്ക് വിവരമില്ലേ? സ്തംഭനം, മാരണം, ഉച്ചാരണം എന്നീ കർമ്മങ്ങൾ സാത്വിക കർമ്മങ്ങളാക്കാൻ പറ്റുമോ? ശത്രു സംഹാരത്തിന് സാത്വിക കർമ്മങ്ങൾ ഉതയില്ല. തെറ്റ്. അത്തരം കർമ്മങ്ങളും സാത്വിക കർമ്മങ്ങളാക്കി നടത്താൻ പറ്റും. എങ്ങനെയെന്ന് ഞാൻ ഉദ്ദേശിച്ചു തരാം. തന്ത്രിയുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ഞാനിപ്പോൾ വാർത്താളിയെ ഉപാസിക്കുന്നത്. ശത്രു സംഹാരത്തിന് എന്നെ അഭയം പ്രാപിക്കുന്നവരെ ഞാൻ സഹായിക്കും. വാർത്താളിയെ ഉപാസിച്ചു. പക്ഷേ മന്ത്രതന്ത്ര വിധികളിൽ കാണുന്ന പ്രയോഗങ്ങൾ ധനസമ്പാദനത്തിനും പ്രശസ്തിക്കും വേണ്ടി ദുർവിനിയോഗം ചെയ്യാണ്ടിരിക്കും. ഉപാസനാമൂർത്തിയെ കൊണ്ട് ദാസ്യവേല ചെയ്യിക്കുന്നത് അപകടമുണ്ടായാൽ ഞാനങ്ങ് സഹിച്ചോളാം. ഞാൻ ഉപദേശിച്ചേ ഉള്ളൂ. പുതുമന തിരുമേനിയെ നിന്ദിച്ചത് ശരിയായില്ലങ്ങനെ. എനിക്ക് വീണ്ടും മന്ത്രസിദ്ധി ഉണ്ടായപ്പോൾ വന്നിരിക്കുക ഉപദേശിക്കാൻ. എനിക്ക് അപകടമുണ്ടാവുമത്രേ. എനിക്കിനി എന്ത് സംഭവിച്ചാലെന്ത്? പക്ഷേ ഒരു കാര്യം, ജീവിച്ചിരിക്കുന്നവരെ പണവും പദവിയും വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്.